ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ലെന്ന് പറയും പോലെയാണ് ചില വ്യക്തികളും ചില സംഘടനകളുമെല്ലാം. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് SNDPയുടെ അനുഗ്രഹാശിസുകളോടെ പ്രവർത്തനം ആരംഭിച്ച ഭാരത ധർമ്മ ജനസേന എന്ന BDJS എന്ന രാഷ്ട്രീയ പാർട്ടി. കേരളത്തിലുള്ള ചില ദൂതന്മാർ വഴി ഇന്നത്തെ BJPയുടെ ദേശീയ നേതൃത്വവും SNDPയുടെ നേതൃത്വവും തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള കൂടിക്കാഴ്ചകൾക്കും ചർച്ചകൾക്കും തീരുമാനത്തിനുമൊടുവിലാണ് BDJS എന്ന പാർട്ടിക്ക് രൂപം നൽകപ്പെട്ടത്. SNDP യോഗത്തിൻ്റെ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം നൽകിയ സമത്വ മുന്നോട്ട യാത്ര 2015 കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് അത് അവസാനിച്ചപ്പോൾ സത്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ മണ്ണ അത് SNDPക്ക് ഉഴുതുമറിക്കുവാൻ സാധിക്കുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകലായിരുന്നു. ശേഷം ശംഖുമുഖം കടപ്പുറത്ത് ലക്ഷോപലക്ഷം ജനങ്ങളെ അണിനിരത്തി വെള്ളാപ്പള്ളി നടേശൻ ഈ പാർട്ടിക്ക് നാമകരണം ചെയ്ത് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിക്ക് പതാക കൈമാറിയപ്പോൾ അവിടെ കൂടിയ മുഴുവൻ ജനങ്ങളും തങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ഈ പാർട്ടിയെ കുടിയിരുത്തിയത്. ആദിവാസി മുതൽ നമ്പൂതിരി വരെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളിലുമുള്ള അവശത അനുഭവിക്കുന്നവർക്കായുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി. അതുകൊണ്ട് ക്രൈസ്തവരടക്കം ഒട്ടുമിക്ക മേഖലകളിൽ നിന്നും ആളുകൾ BDJSനൊപ്പം കൂടിയെന്നുള്ളതാണ് സത്യം. കേരളത്തിൽ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന വലത് ഇടത് മുന്നണികൾക്കെതിരായുള്ള നീതി നിഷേധിക്കപ്പെട്ടവരുടെ ഒരു പ്രതിഷേധമെന്ന നിലയിൽ BJP നേതൃത്വം നൽകുന്ന NDA എന്ന ദേശീയ ജനാധിപത്യത്തോടൊപ്പം നിൽക്കുന്നു എന്നാണ് ഈ പാർട്ടി അണികളോട് അന്ന് ആഹ്വാനം ചെയ്തത്. അതിൻ്റെ ഭാഗമായി ഉടൻ തന്നെ നടന്ന 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും നിരവധി BDJSന്റെ സ്ഥാനാർത്ഥികളെ NDA സ്ഥാനാർത്ഥികൾ ആക്കുകയും ചെയ്തു. സത്യത്തിൽ കേരളത്തിലെ ഇരു മുന്നണികളെയും വിറപ്പിച്ച ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടമാണ് NDA അന്ന് കേരളത്തിൽ കാഴ്ചവെച്ചത്. 3000-ഉം 6000-ഉം ഒക്കെ വോട്ടുകൾ പല മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്ന BJPക്ക് ഒറ്റയടിക്കാണ് 15,000-ഉം 30,000-ഉം ഒക്കെ വോട്ടുകളായി വർദ്ധിച്ചത്. ആ തിരഞ്ഞെടുപ്പിലാണ് O രാജഗോപാലിലൂടെ നേമം മണ്ഡലത്തിൽ ആദ്യമായി താമര വിരിയിച്ചത്. BDJSന്റെ സ്ഥാനാർത്ഥികളടക്കം എല്ലാവരും തന്നെ വലിയ വോട്ടുകൾ ഓരോ മണ്ഡലത്തിലും നേടുകയും ചെയ്തു. പക്ഷേ പിന്നീടങ്ങോട്ട് BDJSും BJPയും തമ്മിൽ ഒരു ഇഴയടുപ്പം ഇല്ലാതെയായി. കേന്ദ്രത്തിൽ BJPയാണ് ഭരിക്കുന്നതെങ്കിൽ പോലും BDJSന് അർഹിക്കുന്ന തരത്തിൽ ഒരു പ്രാധാന്യവും ലഭിച്ചില്ല എന്ന പരാതികൾ ഉയർന്നു. ഒരു പ്രാധാന്യവുമില്ലാതെ ചില ബോർഡുകൾ മാത്രമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി BJPയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന BDJSന് ലഭ്യമായതെന്നുള്ളത് ഒരു നെറുകേട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സവർണ മേധാവിത്വമാണ് കേരളത്തിലെ BJPയിൽ നിലനിൽക്കുന്നതെന്ന ആക്ഷേപം BJPയിൽ നിന്ന് പോലും പലവട്ടം ഉയർന്നു വന്നിട്ടും BDJSനെ പോലെ ഒരു പിന്നോക്ക വിഭാഗ കൂട്ടായ്മ കൂടെ വന്നിട്ടും വേണ്ട രീതിയിൽ ഒരു പരിഗണന കൊടുക്കുകയോ മുന്നണി മര്യാദകൾ പാലിക്കുന്നതോ കണ്ടിട്ടില്ല. മറ്റു പാർട്ടികളെപ്പോലെ BJPക്ക് മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ച് പരിചിതമല്ലാത്തത് കൊണ്ടാകാം എന്നുള്ളത് മറ്റൊരു വശം. തിരഞ്ഞെടുപ്പുകൾ പലതും കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു ചാഞ്ചാട്ടവുമില്ലാതെ BDJS BJPയോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. BJPയിൽ നിന്ന് വേണ്ടത്ര പരിഗണന ലഭിക്കാതിരുന്നതിനാൽ ഈ മുന്നണിയിൽ നിന്ന് മാറി LDFിലേക്കോ UDFിലേക്കോ ചേക്കേറണമെന്ന ഇതിൻ്റെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കളും ആവശ്യമുന്നയിച്ചിട്ടും തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ളവർ അതിന് തയ്യാറായിട്ടില്ല. അതിനാൽ ആവശ്യമുന്നയിച്ചവർ BDJS വിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും BDJSനേക്കാൾ കൂടുതൽ NDAക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തത് SNDP യോഗമാണ്. കാരണം BDJSന്റെ മാതൃസംഘടനയാണ് SNDP. BJPക്ക് എങ്ങനെയാണോ RSS ഒരു മാതൃസംഘടനയാകുന്നത് അതേപോലെ തന്നെയാണ് ഇതും അങ്ങനെ തന്നെ. 4 പാർലമെൻറ്റ് സീറ്റിലാണ് BDJS ഇത്തവണ മത്സരിച്ചത്. ബാക്കി 16 സീറ്റിലും പരിപൂർണമായിട്ടുള്ള പിന്തുണയാണ് BJPക്ക് അല്ലെങ്കിൽ NDAക്ക് BDJS നൽകിയത്. തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് NDA സ്ഥാനാർത്ഥിയാകുകയും ചെയ്തു. ആദ്യമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബം ഒരു തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി ഇറങ്ങിത്തിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ കണിച്ചുളങ്ങരയിൽ നിന്നും എല്ലാം നിയന്ത്രിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രീതി നടേശനും മകൾ വന്ദനയും മരുമകൾ ആശാ തുഷാറുമെല്ലാം മുഴുവൻ സമയ പ്രവർത്തകരെ പോലെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടത്. ആലപ്പുഴയിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രന് വേണ്ടി നിരവധി യോഗങ്ങളിലാണ് ശ്രീമതി പ്രീതി നടേശൻ പ്രസംഗിച്ചത്. NDA വിജയിച്ച തൃശ്ശൂരും വലിയ മുന്നേറ്റം നടത്തിയ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും പാലക്കാടുമെല്ലാം SNDPയുടെയും BDJSന്റെയും അകമഴിഞ്ഞ സഹായമുണ്ടായിരുന്നു. SNDPയുടെ ഈ നിലപാടിൻ്റെ ഭാഗം കൂടിയാണ് ഇടതുപക്ഷത്തിൻ്റെ എല്ലാ ശക്തി കേന്ദ്രങ്ങളിലേക്കും NDA മുന്നണിക്ക് അങ്ങനെ ഇരച്ചു കയറുവാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ BDJS മത്സരിച്ച മണ്ഡലങ്ങളിൽ ഇത്തരത്തിലൊരു ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള സഹായങ്ങൾ ലഭ്യമാക്കിയോ എന്ന്
BJPയും മറ്റും ഒരു ആത്മപരിശോധന നടത്താവുന്നതാണ്. ഇപ്പോഴും BJPയുടെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും വെള്ളാപ്പള്ളി നടേശനെയും കുടുംബത്തെയും കുറിച്ചുള്ള മോശം പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ നിറയുകയാണ്. NDAയിൽ നിന്ന് BDJSനെയും തുഷാർ വെള്ളാപ്പള്ളിയെയും ചവിട്ടി പുറത്താക്കണമത്രേ. എന്നിട്ട് ആരാണ് ഈ മുന്നണിയിൽ കൂടുവാനുള്ളത്? ആർക്കും വേണ്ടാത്ത PC ജോർജോ? ഈ ജോർജ് കാരണം കുറേ വോട്ടെങ്കിലും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. കേരളത്തിലെ ഒരു പ്രബലമായിട്ടുള്ള സാമുദായിക സംഘടന കൂടെ നിന്നിട്ടും അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ BJPക്ക് സാധിക്കാത്തത് ഒരു വലിയ കഷ്ടം തന്നെയാണ്. കേരളത്തിൽ ഒരു സാമുദായിക സംഘടനയും ഇങ്ങനെ BJPക്ക് അനുകൂലമായി നിലപാടെടുത്തിട്ടില്ല. LDFും UDFും ഒക്കെ ഭരിക്കുന്ന സമയത്ത് BDJs രൂപീകരിക്കുന്നതിന് മുമ്പേ SNDPക്ക് അല്ലെങ്കിൽ SNDP നിർദ്ദേശിക്കുന്ന ആളുകളെ ചില ബോർഡുകളിൽ ഈ രണ്ട് മുന്നണികളും ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതേസമയം BDJs രൂപീകരിക്കുകയും NDAയോടൊപ്പം BDJs ചേർന്നതിന് ശേഷം SNDPയുടെ നിലപാടും മാറിയതിനു ശേഷം ഇന്ന് വരെ അത്തരം സഹായങ്ങൾ LDFിൽ നിന്നോ UDFിൽ നിന്നോ SNDP യോഗത്തിനും ഉണ്ടായിട്ടില്ല. മാത്രമല്ല RSSന്റെ സംഘശിക്ഷാവർക്കുകളിൽ പോലും ശ്രീമതി പ്രീതി നടേശൻ പങ്കെടുക്കുന്നതും നാം കണ്ടതാണ്. മറ്റൊരു സമുദായവും ഇത്തരത്തിൽ ഒരു പരസ്യ പിന്തുണ BJPക്ക് അനുകൂലമായി നിലപാടുകൾ എടുക്കാതിരിക്കുന്ന ഘട്ടത്തിലാണ് SNDP യോഗം പ്രവർത്തിക്കുന്നത് എന്നും നാം മനസ്സിലാക്കേണ്ടതാണ്. NSSനെ പോലുള്ള സംഘടനകൾ പോലും ഒരു കാലഘട്ടത്തിലും BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു പരസ്യ നിലപാട് എടുത്തിട്ടില്ല. ഒരിക്കൽ NSS ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപിയെ ആട്ടിപ്പായിച്ചതും അതേസമയത്ത് രമേശ് ചെന്നിത്തലയെ കൂടെയിരുത്തി താക്കോൽ സ്ഥാനത്തിനായി വാദിച്ച സുകുമാരൻ നായരെ നാം മറന്നിട്ടില്ല. ഇപ്പോഴും BJPയുടെ കേരളത്തിലെ ചില നേതാക്കൾ ചോദിക്കുന്നത് BDJsന് കേരളത്തിലെ എന്തുണ്ട് എന്നാണ്. ഈ ചോദ്യം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കേണ്ട പലതുമുണ്ട്. ഇവിടെ കേരളത്തിൽ 7000-ഓളം ശാഖകളാണ് SNDPക്കുള്ളത്. അതിൽ തന്നെ ഓരോന്നിലും 200 കുടുംബങ്ങളെങ്കിലും മിനിമം ഇതിനുണ്ടാകും. അതിൽ ചില കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഒഴിച്ചു നിർത്തിയാൽ ഭൂരിഭാഗം പേരും കക്ഷി രാഷ്ട്രീയമില്ലാത്തവരാണ്. അവരാണ് നേതൃത്വത്തിൻ്റെ നിർദ്ദേശാനുസരണം BDJsന് കൂടൊപ്പം പങ്കാളികളാകുന്നത്. ഒരു കാലത്ത് BJPക്ക് വോട്ട് ചെയ്യുവാൻ അറച്ചു നിന്ന ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങൾ ഇപ്പോൾ എങ്ങനെ താമരയ്ക്ക് വോട്ട് കുത്തുന്നു എന്ന അത്തരം കാര്യങ്ങൾ കൂടി ഇത്തരം ജൽപ്പനങ്ങൾ പുറപ്പെടുവിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ BDJs നേതൃത്വം മനസ്സിലാക്കേണ്ട ചില വസ്തുതകളും വേറെയുണ്ട്. BDJs എന്നാൽ ഒരു സാമുദായിക സംഘടനയല്ലെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നുമുള്ള ഒരു തിരിച്ചറിവുണ്ടാകണം. കാരണം എന്തിനും ഏതിനും രാഷ്ട്രീയമുള്ളൊരു നാടാണിത്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഒരുങ്ങിക്കെട്ടി വരുന്നവരെ ഇവിടെ ആരും ഗവനിക്കില്ല. ഇതേപോലെ പ്രത്യക്ഷപ്പെട്ടവരായിരുന്നു BJP ഒരു കാലത്ത്. അതായിരുന്നു അവരുടെ അപജയവും. അതുകൊണ്ട് അണികളുടെ കുറവുണ്ടായിരുന്നു. ഇന്നത് മാറിയിരിക്കുന്നു. പക്ഷേ BDJsന് ഇവിടെ അണികളുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ കെട്ടുമട്ടോടുകൂടി ഒന്ന് പ്രവർത്തിച്ചു നോക്കൂ. കേരളത്തിലെ പ്രബലമായിട്ടുള്ള 3-4 രാഷ്ട്രീയ പാർട്ടികളെ പോലെ BDJsഉം മാറും. ഇന്ന് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയെ മാത്രം കേന്ദ്രീകരിച്ചാണ് ഈ പാർട്ടിയുടെ നിലനിൽപ്പ്. തുഷാർ വെള്ളാപ്പള്ളി സ്വന്തം കാര്യത്തിന് കുറച്ച് ദിവസം അവധിയെടുത്താൽ BDJsനും അവധിയാകുന്നതാണ് നാം കാണുന്നത്. സത്യത്തിൽ സംസ്ഥാനത്തും എല്ലാ ജില്ലകളിലും സാമുദായിക പ്രവർത്തനത്തിൽ വ്യാപൃതരാവാത്ത, എന്നാൽ അതിനോട് ആഭിമുഖ്യമുള്ള കുറച്ചു പേരെയെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പാർട്ടിയുടെ മുഴുവൻ സമയ പ്രവർത്തകരാക്കണം. അത് സ്തുതിപാഠകരെ ഒഴിച്ചു നിർത്തിയാൽ അത്രയും നല്ലതാണ്. അങ്ങനെ BDJsന് ആരുടെയും സഹായമില്ലാതെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ സക്രിയമായി നിലനിൽക്കുവാനായാൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും 2 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും സ്വന്തമായി ശക്തി സ്വരൂപിച്ച് തനതായിട്ടുള്ള നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്ന ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി തന്നെ തീരുമാനമെടുക്കുകയും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ അനുഗ്രഹ ആശംസകൾ ഉണ്ടാവുകയും വേണം.